സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിന്റെ അന്തം നിത്യജീവനുമാകുന്നു. യേശുവിന്റെ ശിഷ്യന്മാര് പോലും യേശു കർത്താവിനോട് ചോദിച്ചൊരു ചോദ്യമാണ്, നിന്റെ പിറകെ ഞങ്ങൾ നടക്കുന്നു, ഞങ്ങൾക്ക് എന്തു കിട്ടും? ഹല്ലേലൂയ. നമ്മൾ ഈ ആരാധനയ്ക്ക് വരുന്നു, പ്രാർത്ഥനയ്ക്ക് വരുന്നു, സഭാരാധനയ്ക്ക് വരുന്നു, ബൈബിൾ ക്ലാസ്, നമ്മുടെ അകത്ത് ചിലപ്പോൾ ഒരു ചോദ്യം കാണും, എന്ത് കിട്ടും അല്ലേ? എന്താണ് ഞങ്ങൾക്ക് ഇതുകൊണ്ടുള്ള പ്രയോജനം? ഹല്ലേലൂയ. യേശുവിന്റെ ശിഷ്യന്മാരോട് കർത്താവ് സംസാരിച്ച് അതുപോലെ തന്നെ അപ്പോസ്തലനായ പൗലോസ് എഴുതിയിരിക്കുകയാണ്, ക്രിസ്തീയ ജീവിതം കൊണ്ട് നമുക്ക് എന്താണ് ലഭിക്കുന്നത്? കർത്താവിനെ പിൻപറ്റുന്നത് കൊണ്ട്, യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചത് കൊണ്ട്, സ്നാനത്തിൽ കൂടെ കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിച്ചത് കൊണ്ട്, വിശുദ്ധ ജീവിതം നയിക്കുന്നത് കൊണ്ട് നമുക്ക് എന്ത് ലഭിക്കും? സ്വാഭാവികമായിട്ടുള്ള ഒരു ചോദ്യമാണ് അല്ലേ? ഗിവ് ആൻഡ് ടേക്ക് അല്ലെങ്കിൽ ബെനഫിറ്റിന്റെ ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊരു സാധനം മേടിച്ചാലും അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങിയാലും എന്തെങ്കിലും ചെയ്താലും അതിനകത്തുള്ള ബെനഫിറ്റ് എന്താണ് നമ്മൾ നോക്കും. അതുപോലെ ക്രിസ്തീയ ജീവിതത്തിന്റെ അർത്ഥം എന്താണ് ഇതിനകത്തെ പ്രയോജനം? ഭൗതികമായ ചില നന്മകളുടെ അനുഗ്രഹങ്ങൾ മാത്രമാണോ ദൈവം തരും? അബ്രഹാമിനെ അനുഗ്രഹിച്ച ദൈവം ക്രിസ്തു യേശുവിൽ കൂടെ ജാതികളായി നമ്മളെ അനുഗ്രഹിക്കുമെന്ന് ദൈവത്തിന്റെ വചനമുണ്ട്. അതുകൊണ്ട് ഭൗതികമായ അനുഗ്രഹങ്ങൾ കൊണ്ട് കർത്താവ് നമ്മെ അനുഗ്രഹിക്കും. എന്നാൽ അത് മാത്രമാണോ ക്രിസ്തീയ ജീവിതത്തിന്റെ അനുഗ്രഹം? അവിടെ എഴുതിയിരിക്കുകയാണ്, എന്താണ്? നമുക്ക് ആ വാക്യത്തിന്റെ റിട്ടേൺ അടിച്ചു തരാം. ചില വാക്യങ്ങൾ ദൈവം തിരിച്ചാ ചിന്തിക്കുന്നത്, അതുപോലെ ഈ വാക്യം തിരിച്ച് ചിന്തിക്കുക അല്ലെ? നിത്യജീവനും വിശുദ്ധീകരണം, അവസാനം ലഭിക്കുന്നത് നിത്യജീവൻ അല്ലെ? അപ്പോൾ നമ്മുടെ ഈ ക്രിസ്തീയ ജീവിതത്തിന്റെ അവസാനം ഒന്നുകിൽ നാം മരണത്തിൽ കൂടെ ഈ ലോകത്തിൽ നിന്ന് വേർപെടും, അതല്ലെങ്കിൽ കർത്താവ് മടങ്ങി വരുമ്പോൾ നമ്മൾ അവനോട് രൂപാന്തരപ്പെടും. എങ്ങനെയായാലും നമുക്കൊരു നിത്യജീവൻ, ക്രിസ്തീയ ജീവിതത്തിന്റെ അവസാനം അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിന്റെ ഫലം എന്ന് പറയുന്നത് നിത്യജീവനാണ്. ഈ ലോകത്തിന് അപ്പുറമായ ഒരു ജീവിതം, മരണത്തിന് ശേഷമുള്ള ജീവിതം, അതാണ് യേശുവിനെ പിൻപറ്റുന്ന ഒരാൾക്ക് ലഭിക്കുന്നത്. ശ്രേഷ്ഠകരമായ അനുഗ്രഹമാണ് അല്ലെ? മരണം കൊണ്ട് ഇവിടെ അവസാനിക്കുമെന്ന് പലരും പറയുമ്പോൾ, മരണം കൊണ്ട് അവസാനിക്കുമെന്ന് പലരും ചിന്തിക്കുമ്പോൾ, മരണത്തിന് അപ്പുറമായ ഒരു ജീവിതം, നിത്യമായ ഒരു ജീവിതം അല്ലെ? ഏറ്റവും വലുത് ആ നിത്യജീവൻ കർത്താവിൽ കൂടെ നമുക്ക് ലഭിക്കുന്നു. ഈ ലോകത്തിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ ലോകത്ത് നമ്മൾ ലഭിക്കുന്നത് വിശുദ്ധീകരണമാണ്. കർത്താവിനോട് ചേർന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട ദൈവരാജ്യം അനുഭവിച്ചുകൊണ്ട്, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമാണ് ദൈവരാജ്യം. നമ്മൾ ചിന്തിച്ചായിരുന്നു, ദൈവരാജ്യത്തെ ഈ ഭൂമിയിൽ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് അനുഭവിച്ച് വിശുദ്ധീകരണത്തിലേക്ക് പ്രവേശിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട അനുഭവമാണ് ഈ ലോകത്തിൽ നമുക്ക് ലഭിക്കുന്നത്. ഹല്ലേലൂയ. ഭൗതികമായ നന്മകൾ മാത്രമല്ല ദൈവിക അനുഗ്രഹം, പിന്നെയോ വിശുദ്ധീകരണം. ഹല്ലേലൂയ. നിത്യജീവൻ ഇത് നമുക്ക് ലഭിക്കും. ഇത് ആർക്കാ ലഭിക്കുന്നത്? നമ്മൾ റിട്ടേൺ അല്ല ചിന്തിക്കുന്നത്. ആർക്കാ ലഭിക്കുന്നത്? ദൈവത്തിന് ദാസന്മാരായിരിക്കുന്നവർക്കാണ് ലഭിക്കുന്നത്. ദൈവത്തിന്റെ ദാസന്മാർ എങ്ങനായിരിക്കണം? ആ വാക്യത്തിന്റെ ആരംഭ ഭാഗം അല്ലേ? പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം. ആ വാക്യം മുകളിൽ നിന്ന് ചിന്തിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ? വാക്യം ചിന്തിച്ചപ്പോഴല്ലേ കുറച്ചുകൂടെ അർത്ഥം മനസ്സിലാകും അല്ലേ? അപ്പോൾ ഇനി നമുക്കതിനെ വ്യാഖ്യാനിക്കാൻ കഴിയും. വിശുദ്ധീകരണം ലഭിക്കണമെങ്കിൽ, ഈ ലോകത്ത് വിശുദ്ധീകരണം ലഭിക്കണമെങ്കിൽ, നിത്യജീവൻ ഉയരത്തിൽ ലഭിക്കണമെങ്കിൽ, ദൈവത്തിന് ദാസന്മാരായി തീരണം. ദൈവത്തിന് ദാസന്മാരായി തീരണമെങ്കിൽ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കുന്ന പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞ, സ്നാനത്തിന് സദൃശ്യമായി ഉരിഞ്ഞു കളഞ്ഞ് പഴയ മനുഷ്യനെ എന്നേക്കുമായി കൊന്നുകളഞ്ഞ് പുതുക്കത്തിന്റെ ആത്മാവിൽ നടക്കുന്നവന് വിശുദ്ധീകരണവും പിന്നത്തേതിൽ നിത്യജീവനം ലഭിക്കുന്നു. ഇതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രത്യാശ. മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ ജനം പുറപ്പെട്ട ഭാഗം നമുക്കറിയാം. പുറപ്പാട് പുസ്തകത്തിലെ മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ ജനം പുറപ്പെട്ടാൽ അവർ പുറപ്പെട്ടിറങ്ങിയപ്പോൾ ദൈവം അവർക്ക് നിയമത്തെ കൊടുത്തു. അതുവരെ അവർക്ക് വലിയ നിയമങ്ങളൊന്നും ഇല്ലായിരുന്നു അല്ലെ? ഹല്ലേലൂയ. മിസ്രൈമിൽ അവർ താമസിക്കുന്ന സമയത്ത് നിയമങ്ങളെ കുറിച്ചൊന്നും ന്യായപ്രമാണത്തെ കുറിച്ചൊന്നും നമുക്ക് കാണുന്നില്ല. ന്യായപ്രമാണം മോശ മുഖാന്തരമാണ് വരുന്നത്. അപ്പോൾ അവരൊരു നിയമങ്ങൾക്കും ബാധകമല്ലായിരുന്നു. എന്നാൽ പുറപ്പെട്ട ജനത്തിന് പിന്നെ ദൈവം നിയമം കൊടുത്തു അല്ലേ? ഹല്ലേലൂയ. നിങ്ങൾ ഇതൊക്കെ പാലിക്കണം, പാലിച്ചാൽ ഞാൻ അനുഗ്രഹിക്കാം, നിങ്ങൾ ഈ കൽപ്പനകൾ പ്രമാണിച്ചാൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കാം. അപ്പോൾ ഈ നിയമങ്ങളൊന്നും ഇല്ലാതിരുന്ന ഒരു സമയം ഇസ്രായേലിയ സമൂഹത്തിനകത്ത് അവർ ജീവിച്ചപ്പോൾ അവർക്കുണ്ടായിരുന്നു. അവർ മോശയെ അവർ കണ്ടില്ല, ന്യായപ്രമാണം
അവർക്ക് ലഭിച്ചില്ല, ഒന്നും അവർ അനുഭവിച്ചിരുന്നില്ല. എന്നാൽ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ മിസ്രൈമിൽ നിന്ന് അവർ പുറപ്പെട്ടപ്പോൾ, രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ പാപത്തിന്റെ ശക്തിയിൽ നിന്ന് പുറത്തു വരിക. മിസ്രൈം പാപത്തെ കാണിക്കുന്നു, ഫറവോൻ സാത്താനെ കാണിക്കുന്നു. ആ സാത്താന്യ ശക്തിയിൽ നിന്ന്, പാപത്തിൽ നിന്ന് അവർ പുറപ്പെട്ടിറങ്ങി ചെങ്കടൽ കഴിഞ്ഞപ്പോൾ, ഹല്ലേലൂയ, ചെങ്കടൽ സ്നാനം കഴിഞ്ഞപ്പോൾ, സ്നാനത്തിന് മുൻകൂറി സ്നാനം കഴിഞ്ഞപ്പോൾ ഒരു നിയമം എടുത്ത് അവരുടെ കയ്യിലേക്ക് ദൈവം കൊടുക്കുക. ഇനി തോന്നിയതുപോലെ നടക്കാൻ പറ്റുകയില്ല. പ്രൈസ് ദി ലോർഡ്. തോന്നിയതുപോലെ ചെയ്യാൻ പറ്റുകയില്ല. നീ രക്ഷിക്കപ്പെട്ട ആളാണോ, സ്നാനപ്പെട്ട ആളാണോ, ചെങ്കടൽ വിഭാഗിക്കപ്പെട്ട് കടന്നു വന്ന ആളാണോ, പുറപ്പെട്ട പാപ സാദൃശ്യമായ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട വ്യക്തിയാണോ, പാലിക്ക്, നിയമം പാലിക്ക്. ന്യായപ്രമാണ പുസ്തകത്തെ അവർ കരങ്ങളിൽ കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ ചിന്തിക്കും, പുതിയ നിയമത്തിൽ, അത് പഴയ നിയമത്തിലല്ലേ പാസ്റ്റർ, പുതിയ നിയമത്തിൽ എന്ത് നിയമമാണുള്ളത്? ഹല്ലേലൂയ. പുതിയ നിയമത്തെ കുറിച്ച് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 22. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. കണ്ടോ? ഇപ്പൊ പുതിയ നിയമസഭയ്ക്ക്, അല്ലെങ്കിൽ പഴയ നിയമസഭയെ പോലെ എഴുതപ്പെട്ട ഒരു പ്രമാണമില്ലാതിരിക്കുമ്പോൾ, പുതിയ നിയമസഭ അല്ലെങ്കിൽ മറ്റൊരു പ്രമാണം ദൈവം കൊടുത്തിട്ടുണ്ട്. അത് ന്യായപ്രമാണത്തിന് ഇവയ്ക്ക് വിരോധമായി, ഇവയ്ക്ക് മുകളിൽ പോകാൻ വേണേ അതിനെ വ്യാഖ്യാനിക്കാം. ഇവയ്ക്ക് മുകളിൽ പോകുന്ന ഒരു പ്രമാണമില്ല. അതെന്താണ് ആ പ്രമാണം? അത് ആത്മാവിന്റെ ഫലം. അപ്പോൾ പഴയ നിയമം പുതിയ നിയമങ്ങളുടെ വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. പഴയ നിയമത്തിൽ അനുസരിച്ചാൽ അനുഗ്രഹിക്കാം, അല്ലെ? പാലിച്ചാൽ അനുഗ്രഹിക്കാം, കൽപ്പനകൾ പ്രമാണിച്ചാൽ അനുഗ്രഹിക്കാം. എന്നാൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ ഫലങ്ങൾ ദൈവം നൽകുകയാണ്. ആ ഫലങ്ങളെ റിസീവ് ചെയ്യാനുള്ള മനസ്സുണ്ടായിരുന്നു. ഹല്ലേലൂയ. പാലിക്കാൻ, അല്ലെങ്കിൽ അത് റിസീവ് ചെയ്യാൻ, ഏറ്റെടുക്കാനുള്ള ആത്മാവിന്റെ ഫലം. അത് ഫലം ദൈവം തരണമെങ്കിൽ നിങ്ങൾക്കറിയാം, ഒരു ഫലം എങ്ങനെ ഉണ്ടാകുന്നത്? ഒരു വൃക്ഷത്തിന് ഫലം എങ്ങനെ ഉണ്ടാകുന്നത്? വെറുതെ ഫലം ഉണ്ടാകും? ഇല്ല. അതൊന്ന് ഒരു വിത്തായിട്ട് അതൊരു മണ്ണിൽ വീഴണം. അത് വിത്ത് വളർന്ന് ചെടിയായി അത് പുഷ്പിച്ച് പിന്നാണത് ഫലം കായ്ക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരാൾക്ക് മാത്രമേ ദൈവം ഫലം കൊടുക്കത്തുള്ളൂ. എങ്ങനെ? അടിസ്ഥാനമിട്ട് വന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിൽ നിന്ന് വളർന്നു വരുന്ന ഒരാൾക്ക് ദൈവം ഫലം കൊടുക്കും, ആത്മാവിന്റെ ഫലങ്ങൾ കൊടുക്കും. അപ്പോൾ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട പരിശുദ്ധാത്മാവിൽ നിറയാൻ ആഗ്രഹിക്കുന്ന, അതായത് അടിസ്ഥാനമിട്ട് വിത്ത് വിതച്ചതുപോലെ ചെടി വളർന്നു വരുന്നത് പോലെ വളർന്നു വരാൻ തീരുമാനിക്കുന്ന, പുഷ്പിക്കാൻ തീരുമാനിക്കുന്ന, പുഷ്പവും ഉണ്ടായി കഴിഞ്ഞിട്ടേ ഫലം ഉണ്ടാകുന്നുള്ളൂ. പുഷ്പിക്കാൻ തീരുമാനിക്കുന്നവർക്ക് ഫലം ലഭിക്കും. അതുപോലെയാണ് കർത്താവ്. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ടെന്ന, സ്നാനപ്പെട്ടെന്ന, പരിശുദ്ധാത്മാഭിഷേകം പറഞ്ഞ് പ്രാപിച്ചെന്ന ഓരോ ദിവസവും ദൈവത്തോട് അടുത്ത് ജീവിക്കുമ്പോൾ ഈ ഫലങ്ങൾ വെളിപ്പെട്ടു തുടങ്ങും. എല്ലാ ഫലങ്ങളും ഉള്ള എന്നിൽ ഈ ഫലങ്ങളെല്ലാം തികഞ്ഞു നിൽക്കുക എന്ന് പറയുന്ന പോലെ ഒന്ന് കല്ലെരിയോ പറയാമോ? ഇല്ല, അല്ലെ? ഈ ഫലങ്ങൾ എല്ലാം ഒന്നും എല്ലാവർക്കും ഇല്ല. പക്ഷെ ഈ ഫലങ്ങളിലേക്ക് നാം പതിയെ വന്നുകൊണ്ടിരിക്കുക, നാം വളർന്നുകൊണ്ടിരിക്കുക, നമ്മൾ അത് അറിയുന്നില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആത്മാവിന്റെ ഫലങ്ങൾ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ. നമുക്ക് ആരോടെങ്കിലും ദയ തോന്നുന്നുണ്ടെങ്കിൽ, പരോപകാരം തോന്നുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? നാം വളർന്നുകൊണ്ടിരിക്കുക. ആത്മാവിന്റെ ഫലം, അത് പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുക. ഇന്ദ്രിയജയം, അല്ലെ? ഇന്ദ്രിയജയം. ഈ വകയ്ക്ക് സെൽഫ് കൺട്രോൾ, ഈ വകയ്ക്ക് വിരോധമായ ഒരു ന്യായപ്രമാണവുമില്ല. അപ്പൊ പഴയ നിയമത്തിൽ ന്യായപ്രമാണം ജനം അനുസരിച്ചപ്പോൾ പുതിയ നിയമത്തിൽ ദൈവം പറയുകയാണ്, ഈ ഫലങ്ങളെല്ലാം നിങ്ങൾക്ക് തന്ന്, ന്യായപ്രമാണത്തിന് മുകളിൽ നിൽക്കുന്ന ഈ ആത്മാവിന്റെ ഫലങ്ങളെല്ലാം നിങ്ങൾക്ക് തന്ന്, ന്യായപ്രമാണത്തിൽ ദൈവം മനുഷ്യൻ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ നല്ലതായി എന്റെ സഭയെ കൊണ്ടുപോകാനേക്ക് പറ്റും. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ ഇത് ഫലമാണ്, ഇത് ദൈവമാണ് തരുന്നത്. ആ ഫലത്തിൽ നാം ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ വരയ്ക്ക് വിരോധമായി ഒരു ന്യായം. 24-ാമത്തെ വാക്യം വളരെ ശ്രദ്ധേയമാണ്. ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. രാഗവുമില്ല, മോഹവുമില്ല, ഒന്നുമില്ല. ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ ക്രൂശിച്ചിരിക്കുകയാണ്. 6-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിലേക്ക് വരാം. റോമർ 6:23. പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. ഇവിടെ ശമ്പളം എന്നുള്ളൊരു വാക്ക് എഴുതിയിട്ടുണ്ടോ? അല്ലെ? സാലറി, അല്ലെ? അപ്പൊ സാലറി കൊടുക്കണമെങ്കിൽ സാലറി തരുന്ന ഒരാൾ കാണും, അല്ലെ?
അല്ലെ? ഒരു യജമാനൻ കാണും അല്ലെ? ആ യജമാനാണ് ശമ്പളം കൊടുക്കുന്നത്. അപ്പൊ പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ ദാസനായി മാറുക, ശമ്പളം മേടിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ഈ പട്ടണത്തിൽ ജീവിക്കുക അല്ലെ? നമ്മളിങ്ങനെ ഓരോ മാസവും സാലറി മേടിക്കുന്നു, നമ്മുടെ ആവശ്യങ്ങൾ നടത്തുന്നു, അത് കൂട്ടി വെക്കുന്നു. നമ്മളൊരു 20 കൊല്ലം സപ്പോസ് ഇവിടെ നിൽക്കുകയെന്ന് വെച്ചു. 20 കൊല്ലം കഴിഞ്ഞ് നമ്മളെന്ത് ചെയ്യും? ഈ പൈസ ബാക്കി വരുന്ന നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് കുഞ്ഞുങ്ങളെല്ലാം പഠിപ്പിച്ച പൈസ ഒക്കെ ബാക്കി വരുന്ന ബാങ്ക് ബാലൻസ് ഒക്കെ എടുത്തുകൊണ്ട് നമ്മൾ നാട്ടിലേക്ക് ഒരു പോകും അല്ലേ? എന്നിട്ട് നാട്ടിൽ പോയി ജീവിക്കാൻ വേണ്ടി അവിടെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യും. അപ്പൊ ഇത് ഒരു ഫൈനലുണ്ട്. ഈ ശമ്പളം മേടിച്ചുകൊണ്ട് ഇരിക്കുന്നതിനൊരു അവസാനമുണ്ട്. ഓരോ പാപം ചെയ്യുമ്പോഴും ദൈവത്തിന്റെ ഒരു വാക്യത്തിൽ എഴുതിയിരിക്കുന്നുണ്ട് അല്ലെ? ദൈവത്തിന്റെ കോപം ചരതിച്ചു വയ്ക്കുകയാണ്. ഓരോ തെറ്റ് ചെയ്യുമ്പോഴും ഓരോ പാപം ചെയ്യുമ്പോഴും ഹല്ലേലൂയ ആ പാപം നമ്മളിങ്ങനെ കൂട്ടിവെക്കുകയാണ്, ആ ശമ്പളം മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. എന്നാൽ ഇതിന്റെ അവസാനം എന്ന് പറയുന്നത് എല്ലാം നിർത്തി നാട്ടിലേക്ക് പോകുന്നെന്ന് പറയുന്നത് പോലെ നമുക്കൊരു മരണം സംഭവിക്കും അല്ലേ? നമ്മൾ ഈ ലോകത്ത് മാറ്റപ്പെടും. എന്നാൽ ഇവിടെ എഴുതിയിരിക്കുന്ന മരണം ശാരീരിക മരണമല്ല, ഇത് ആത്മീക മരണമാണ്. ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്ന മരണമല്ല, പിന്നെയോ നിത്യജീവൻ ലഭിക്കാതെ നരകത്തിലേക്ക് തള്ളിക്കളയപ്പെടുന്ന നിത്യമരണത്തിലേക്ക് പോകുന്ന ഒരു അനുഭവം. അപ്പൊ പാപം ചെയ്തുകൊണ്ടിരിക്കുന്ന ദേഹി മരിക്കും. പാപം ചെയ്യുന്ന വ്യക്തി പാപം ഒരു ശമ്പളം തന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മൾ ആ പാപത്തെ കൂട്ടിവെച്ച് അത് ആ വേഗസിനെ കൂട്ടിവെച്ച് അതിന്റെ അവസാനം സംഭവിക്കുന്നത് ആത്മീക മരണമാണ്. അതാണ് പാപത്തിന്റെ ശമ്പളം, മരണം അത്രേ. എന്നാൽ ദൈവം തരുന്നത് ശമ്പളമല്ല, ദൈവം തരുന്ന സാലറിയല്ല, ശമ്പളവും നല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്താ? ദൈവത്തിന്റെ കൃപാവരമോ അതൊരു വരമാണ്, അല്ലെങ്കിൽ ദൈവം തരുന്ന ഒരു ഗിഫ്റ്റാണ്. പിശാച് അല്ലെങ്കിൽ പിശാച് എന്ന യജമാനൻ ശമ്പളം തന്നുകൊണ്ടിരിക്കുമ്പോൾ പാപം ശമ്പളമായി വേദസായി തന്ന് അത് അവസാനം ആത്മിക മരണത്തിലേക്ക് എന്നേക്കുമായ ഒരു നരകത്തിലേക്ക് നമ്മെ കൊണ്ട് തള്ളിയിടുമ്പോൾ ഹല്ലേലൂയ ദൈവം തരുന്ന ഗിഫ്റ്റ് ഹല്ലേലൂയ ക്രിസ്തുയേശുവിൽ നിത്യജീവൻ. പാപം ഒരു യജമാനനെ പോലെയാണ്. പാപം നമുക്ക് ശമ്പളം തരും. പാപത്തിന്റെ ആയുധങ്ങളുണ്ട്. എന്താണെന്നറിയോ? പാപത്തിന്റെ ആയുധങ്ങൾ നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. നിങ്ങൾ പാപത്തിന്റെ ആയുധങ്ങളായി നിങ്ങളുടെ ശരീരത്തെ അനീതിയുടെ അവയവങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും ചെയ്യരുത് എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അപ്പൊ നമ്മുടെ അവയവങ്ങളാണ് അനീതിയുടെ അവയവങ്ങൾ. നമ്മുടെ അവയവങ്ങൾ കൊണ്ടാണ് നാം പാപം ചെയ്യുന്നത്. അപ്പോൾ ഇത് അനീതിയുടെ അവയവങ്ങളായി പിശാചിന് സമർപ്പിക്കപ്പെടുമ്പോൾ നാം പാപത്തോട് പാപം കൂട്ടുകയാണ്. ആ വാക്യം ശ്രദ്ധിച്ചാണ്ട് 15-ാമത്തെ വാക്യം, മോഹം ഗർഭം ധരിച്ച് പാപം പ്രസവിക്കുന്നു അല്ലെ? പാപം മുഴുത്തിട്ട് മരണത്തെ പെടുന്ന ഒരു വാക്യമുണ്ട്. പാപം മുഴുത്തിട്ട് മരണത്തെ പെടുന്നു. എന്നാൽ നിത്യജീവൻ ദൈവത്തിന്റെ ദാനമാണ്. പാപം മുഴുത്തു കഴിയുമ്പോൾ അത് സംഭവിക്കുന്നത് ആത്മീക മരണമാണ്. പ്രൈസ് ദി ലോർഡ്. ആദ്യം ഹവ്വയ്ക്കും ആദമിനും അതൊന്ന് കാണാനേ തോന്നിയുള്ളൂ അല്ലെ? കാണാൻ, പിന്നെ അതൊന്ന് തൊടാൻ തോന്നി, പിന്നെ അതൊന്ന് ഭക്ഷിക്കാൻ തോന്നി. കാണാൻ നല്ലതും ബാക്കി കൂടാ, കാണാൻ നല്ലതും തിന്മാൻ രുചിയുള്ളതും എന്ന് അവർക്ക് തോന്നി. അവരത് പറിച്ചെടുത്ത് ഭക്ഷിച്ച് ആദമിനോട് കൊടുത്തു. സ്ത്രീ ഭക്ഷിച്ച് ആദമിനോട് കൊടുത്തു. എന്ത് സംഭവിച്ചു? ആത്മീക മരണം സംഭവിച്ചു. അവരുടെ മേലുണ്ടായിരുന്ന ഒരു തേജസ് ഉണ്ടായിരുന്നു. വസ്ത്രം ആവശ്യമില്ലാത്തതുപോലെ അവരെ മറയ്ക്കപ്പെട്ടിരുന്ന ഒരു ആത്മീക തേജസ് ഉണ്ടായിരുന്നു, ഒരു ആത്മീക വസ്ത്രം തേജസ് ഉണ്ടായിരുന്നു. അത് അവർക്ക് നഷ്ടപ്പെട്ടു. അവർ ഏതെങ്കിലും നിന്നും പുറത്താക്കപ്പെട്ടു. അതുപോലെയാണ് പാപം ചെയ്യുന്ന ദേഹി, അല്ലെങ്കിൽ എന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന പാപം, കാണാൻ നല്ലതെന്ന് തോന്നുന്ന, അനുഭവിപ്പാൻ നല്ലതെന്ന് തോന്നുന്ന പാപം നമ്മെ കൊണ്ടെത്തിക്കുന്നത് നിത്യമായ ഒരു ആത്മീക മരണത്തിലേക്കാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം നമുക്ക് തരുന്നത് നിത്യജീവനാകുന്നു. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തിലേക്ക് നമുക്ക് വരാം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 26. ആമീൻ ആമീൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ടല്ല, അപ്പം നിന്ന് തൃപ്തരായതുകൊണ്ട് അത്രേ എന്നെ അന്വേഷിക്കുന്നത്. ഒരു കൂട്ടം ജനം യേശുവിനെ കാണാതായപ്പോൾ അവർ വള്ളം പിടിച്ച് ബോട്ട് ബുക്ക് ചെയ്ത് യേശുവിന്റെ പുറകെ നടക്കുക. ഹല്ലേലൂയ. യേശുവിനെ കണ്ടപ്പോൾ തിരിഞ്ഞു നോക്കിയിട്ട് പറയാ, നിങ്ങൾ എന്റെ ശുശ്രൂഷ അനുഭവിക്കാനൊന്നല്ല വരുന്നത്, എന്നെ മെസ്സേജ് കേൾക്കാനൊന്നല്ല വരുന്നത്. ഹല്ലേലൂയ. എന്റെ ശുശ്രൂഷ കഴിഞ്ഞ് അത് 3 ദിവസം ആയാലും 4 ദിവസം ആയി കഴിയുമ്പോൾ അപ്പം എടുത്ത് വാഴ്ത്തുന്ന ഒരു ശുശ്രൂഷ അല്ലേ? ഹല്ലേലൂയ. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്ന ഒരു ശുശ്രൂഷയുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്നുണ്ട്, മീറ്റിംഗ് കഴിയുമ്പോൾ ഫുഡുണ്ട് അല്ലേ? മീറ്റിംഗ് കഴിയുമ്പോൾ ഫുഡുണ്ട്. അങ്ങനെ പോകുന്ന
പോകുന്നവരുണ്ട്. നമ്മുടെ അച്ഛൻ ആരും ഇല്ലാതെ വിശ്വസിക്കുന്നു. ആരാധന അങ്ങനെ പോകുന്നവരുണ്ട്. മീറ്റിംഗ് കഴിയുമ്പോൾ ഒരു ഫുഡ് ഉണ്ടല്ലോ എന്ന് ചിന്തിച്ച് ആരാധനയ്ക്ക് പോകുന്നവരുണ്ട്. അപ്പോൾ ഇവിടെ കർത്താവിന്റെ അടുത്ത് ഈ ജനം കടന്നു വന്നതാണ് ഭക്ഷണം ലഭിക്കും അല്ലേ, അല്ല ശുശ്രൂഷയൊക്കെ ലാസ്റ്റ് എന്തിരിക്കും, ഫുഡ് അടിക്കാം. എന്നുവെച്ചാൽ പണിക്ക് പോകണ്ട, ഇന്നത്തെ മീൻപിടുത്തമായിരിക്കും മെയിനായിട്ടുള്ള പണി അല്ലേ. പണിക്ക് പോകണ്ട, കൂടാരപ്പണിക്ക് പോകണ്ട അല്ലേ, അതിൽ വള്ളത്തെ പോകണ്ട, മീൻ പിടിക്കാൻ പോകണ്ട, വല വീശണ്ട, കഷ്ടപ്പെട്ടുണ്ടാക്കുക, കാറ്റും തിരമാലയൊന്നും കൊള്ളണ്ട. ആദ്യം പോയി പ്രസംഗം കേൾക്കുക അല്ലേ. പ്രസംഗം കേട്ട് ലാസ്റ്റ് ആകുമ്പോൾ അവിടെ ഉള്ള സാധനം എടുത്ത് അത് 5 അപ്പായിട്ട് 2 മീനായിട്ട് എടുത്ത് ഒരു വാഴ്ത്തുണ്ട് സ്വർഗത്തിലേക്ക് നോക്കി വിഭജിച്ചൊന്ന് കൊടുക്കുക. അപ്പൊ പട്ടിണിയായിട്ട് ആരും ഈ മീറ്റിംഗ് സംബന്ധിച്ച് പോയിട്ടില്ല. ഈ കർത്താവ് ഈ അത്ഭുതം ചെയ്തത് 2-3 ഭാഗങ്ങൾ എഴുതിയിട്ടുണ്ട്. ഞാൻ വിശ്വസിക്കുന്ന എല്ലാ മീറ്റിങ്ങിലും കർത്താവ് ഇത് ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. മർക്കോസ് യോഹന്നാനൊക്കെ എഴുതിയപ്പോൾ അത് 1-2 ഭാഗങ്ങളെ എഴുതിയിട്ടുള്ള 7 അപ്പം, ചിലടത്ത് 7 അപ്പത്തെ കുറിച്ച് പറയുന്നുണ്ടല്ലേ, 5 അപ്പത്തെ കുറിച്ച് പറയുന്നുണ്ട്. 1-2 ഭാഗങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ പക്ഷെ എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് അവർ ഭക്ഷണം അന്വേഷിച്ച്, നിങ്ങൾ എന്ത് ചെയ്യുക, അടയാളം കണ്ടതുകൊണ്ടൊന്നുമല്ല, നിങ്ങൾ അപ്പം നിന്ന് എന്നെ അന്വേഷിക്കും. എന്നാൽ നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല. കണ്ടോ, കർത്താവ് പറയാണ് ഇതിനല്ല നിങ്ങൾ ആരാധനയ്ക്ക് വരേണ്ടത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ആത്മീക ചിന്തയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് അതിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നാം ആരാധിക്കേണ്ടത് ദൈവം എനിക്ക് എന്തെങ്കിലും തരുമെന്ന് നോക്കുന്നതല്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം ജോലി തരും, ദൈവം വിസ തരും, കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കും, സമ്പത്ത് തരും, നന്മകൾ തരും, ഭക്ഷണം തരും. പക്ഷെ ഇത് നോക്കിയിട്ടല്ല ആരാധിക്കുന്നത്. കർത്താവ് പറയുകയാണ് ആരോഗ്യ ആഹാരമൊക്കെ എന്നോട് വന്നാൽ ലഭിക്കും. പക്ഷെ നിങ്ങളുടെ ലക്ഷ്യം എന്തായിരിക്കണം? നശിച്ചു പോകുന്ന ഈ ആഹാരമായിരിക്കരുത്. നമ്മുടെ ലക്ഷ്യം ഈ പട്ടണത്തിൽ സമ്പാദിക്കുക, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സേവ് ചെയ്യുക, നമുക്ക് നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിക്കുക, ഇതായിരിക്കരുത് നമ്മുടെ ലക്ഷ്യം. ഇതെല്ലാം ദൈവം നമുക്ക് തരും. കർത്താവിന്റെ മീറ്റിങ്ങിന് കയറിയാൽ ഇത് ഉറപ്പാണ്. അതാ ജനത്തിന് അറിയാനും ഭക്ഷണം ഉറപ്പാ. അതുകൊണ്ട് നന്മയും അനുഗ്രഹവും നിന്നെ പിന്തുടരും. നിന്റെ ആയുഷ്കാലം ഒക്കെയും. അവിടെ ചില ട്രാൻസ്ലേഷനിൽ എഴുതിയിരിക്കുന്നത് വേട്ടപ്പട്ടികളെ പോലെ പിന്തുടരുമെന്ന്. വേട്ടപ്പട്ടികളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ? അതായത് ഈ കാട്ടിലൊക്കെ ഈ വേട്ട പിടിക്കാൻ പോകുമ്പോൾ ഈ വേട്ടപ്പട്ടികളുണ്ട്. അവരാ മുന്നേ പോയിട്ട് ഇതിന്റെ ഇരകളെ കണ്ടെത്തുന്നത്. അപ്പൊ ആ ഒരു മീനിങ്ങിൽ അവിടെ എഴുതിയിരിക്കുന്നത് വേട്ടപ്പട്ടികളെ പോലെ നന്മയും കരുണയും. അതായത് നിനക്ക് ആവശ്യമില്ലെങ്കിലും നിന്റെ പുറകെ ഇടിച്ചു കയറി വരുക. ഇതോ ഈ ജോലി ഏറ്റെടുക്കുക, ഈ വിസ, ഈ സാമ്പത്തിക നന്മയും കരുണയും നിന്റെ പുറകെ വരികയാണ്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ നീ എന്ത് ചെയ്യണം? ദൈവത്തിന് പ്രാധാന്യം കൊടുക്കണം. അതുകൊണ്ടാണ് നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പിൻ. അതാണ് നിങ്ങൾക്ക് തരുന്നത്. നിത്യജീവൻ നിങ്ങൾക്ക് തരുവാൻ ഒരാൾക്ക് മാത്രമേ കഴിയത്തുള്ളൂ, യേശു കർത്താവിന് മാത്രം. അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. അവനെ പിതാവായ ദൈവം മുദ്രയിട്ടിരിക്കുന്നു. പിതാവായ ദൈവം അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. പിതാവായ ദൈവം അവനിൽ കൂടെ നമുക്ക് നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് യേശു ക്രിസ്തുവിനെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു, മുദ്രയിട്ടിരിക്കുന്നു. ഹല്ലേലൂയ. പിതൃപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിൽ നിന്ന് ഒരുവനാണ് ഭൂമിയിലേക്ക് ഇറങ്ങുന്നത്. ഹല്ലേലൂയ. പറയുകയാണ്, എന്നിൽ കൂടെ അല്ലാതെ ആർക്കും പിതാവിന്റെ അടുക്കൽ ചെല്ലാൻ കഴിയത്തില്ല. ഞാനും പിതാവും ഒന്നാകുന്നു. ഹല്ലേലൂയ. നിങ്ങൾ എന്നോട് അവന്റെ നാമത്തിൽ, എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നൊക്കെ അവൻ എന്നിൽ മഹത്വപ്പെടേണ്ടതിന് ഞാനത് നിങ്ങൾക്ക് ചെയ്തു തരും. അപ്പോൾ എന്നിൽ കൂടെ അല്ലാതെ ആർക്കും പിതാവിന്റെ അടുത്ത് ചെല്ലുവാൻ കഴിയത്തില്ല. അപ്പോൾ നമ്മുടെ ലക്ഷ്യം നിത്യജീവൻ ആയിരിക്കണം. റോമർക്ക് 7-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കുടുംബജീവിതത്തിനെ സംബന്ധിച്ച്, ഭാര്യാഭർത്തൃ ബന്ധത്തെ സംബന്ധിച്ചുള്ള ക്ലാസ്സുകളാണ് നമ്മുടെ ഈ കുടുംബങ്ങൾക്കായിട്ടുള്ള ക്ലാസ്സുകളൊക്കെ എടുക്കുമ്പോൾ ആ ഭാഗങ്ങൾ എടുക്കാൻ കൊള്ളാം. എന്നാൽ അതിനേക്കാളുപരി അതിനകത്ത് ചില മർമ്മങ്ങളുണ്ട്. ആ മർമ്മങ്ങളിലേക്കാണ് നമ്മുടെ ശ്രദ്ധ തിരിയുന്നത്. റോമർക്ക് 7-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. സഹോദരന്മാരെ, ന്യായപ്രമാണം അറിയുന്നവരോടല്ലോ ഞാൻ സംസാരിക്കുന്നത്, മനുഷ്യൻ ജീവനോടിരിക്കും കാലത്തൊക്കെയും അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? മനുഷ്യൻ ജീവനോടിരിക്കുന്ന കാലത്തൊക്കെയും ന്യായപ്രമാണത്തിന് അവന്റെ മേൽ അധികാരമുണ്ട്. എന്നാൽ ഭർത്താവുള്ള സ്ത്രീ ന്യായപ്രമാണത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഭർത്താവ് മരിച്ചാൽ അവൾ ഭർത്തൃ ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവളായി. വായിച്ചോ. ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ അവൾ വേറെ പുരുഷനായാൽ വ്യഭിചാരിണി എന്ന് പേർ വരും. ഭർത്താവ് മരിച്ചുവെങ്കിലോ അവൾ വേറെ പുരുഷനായാൽ വ്യഭിചാരിണി എന്ന് വരാതെ വരും. ഭർത്താവ് മരിച്ചെങ്കിൽ
അവൾക്ക് വേറൊരു പുരുഷനാകാം എന്നുള്ളൊരു പദമാണ് ഇവിടെ കാണുന്നത്, അല്ലേ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇത് ആത്മികമായി ഭൗതികമായി രണ്ട് വെളിപ്പാടുകൾ അതിനകത്തുണ്ട്. ഒന്ന് ആത്മിക വെളിപ്പാടിലേക്ക് നമുക്ക് വരാം. ഇവിടെ ന്യായപ്രമാണം എന്ന് പറയുന്നത് ആദ്യ ഭർത്താവിനെ കാണിച്ചിരിക്കുകയാണ്. ന്യായപ്രമാണം ആദ്യ ഭർത്താവിനെ കാണിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ഈ ന്യായപ്രമാണം മരിക്കാത്തിടത്തോളം കാലം, ന്യായപ്രമാണം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മരിക്കാത്തിടത്തോളം കാലം യേശു കർത്താവിനെ നമ്മെ മണവാട്ടിയാക്കുവാൻ കഴിയത്തില്ല. നാം ന്യായപ്രമാണത്തിന്റെ നിയമത്തിന്റെ കീഴിലാണ് നാം ആയിരിക്കുന്നത്. ന്യായപ്രമാണം എന്ന് അറിയപ്പെടുന്ന ഭർത്താവ്, അപ്പൊ ആ ഭർത്താവിന്റെ ആദ്യ ഭർത്താവിന്റെ പേര് ന്യായപ്രമാണമാണെന്ന് നിങ്ങൾ ചിന്തിച്ചു. ആദ്യ ഭർത്താവായിരിക്കുന്ന ന്യായപ്രമാണം, ആ ന്യായപ്രമാണം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ മരിക്കാതെ ക്രിസ്തുവിനെ എന്ന മണവാളനെ നമുക്ക് സ്വീകരിക്കുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, ഭർത്താവ് മരിച്ചുവെങ്കിലോ ന്യായപ്രമാണം നമ്മിൽ നിന്ന് മരിക്കണം, അല്ലെ? ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി നമ്മിൽ നിന്ന് മരിക്കണം. ന്യായപ്രമാണം കൂടാതെ നാം ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിക്കുകയാണ്. അപ്പോൾ ന്യായപ്രമാണത്തിൽ കൂടെ നമുക്ക് രക്ഷ പ്രാപിക്കാനുള്ള ചിന്ത മരിക്കപ്പെടണം. പകരം യേശു ക്രിസ്തുവിൽ കൂടെ നമുക്കൊരു പുതുവഴി തുറന്നിരിക്കുന്നു എന്ന് നാം ചിന്തിക്കണം. അതായത് ന്യായപ്രമാണം എന്ന പഴയ ഭർത്താവ് മരിക്കണം. അവൻ ഭർത്താവ് മരിച്ചെങ്കിലോ അവൻ വേറൊരു പുരുഷനാകാം. ഹല്ലേലൂയ. ആ ന്യായപ്രമാണം മരിക്കാതെ, അതായത് നമ്മുടെ പഴയ മനുഷ്യൻ അല്ലെങ്കിൽ ന്യായപ്രമാണം മരിക്കാതെ നമുക്ക് ക്രിസ്തുവിനാകാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അങ്ങനെ ആയാൽ നമ്മുടെ ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടവരാണ്. ഹല്ലേലൂയ. ദൈവിക വ്യവസ്ഥയ്ക്ക് വിരോധമാണ്. അതായത് ന്യായപ്രമാണം കൽപ്പനകളും പഴയ നിയമത്തിന്റെ കൽപ്പനകളും, ഇത്ര ചിന്തിച്ചാൽ മതി, പഴയ നിയമത്തിന്റെ കൽപ്പനകളും കൃപയുമായി യോജിച്ചു പോകത്തില്ല. പഴയ നിയമത്തിന്റെ കൽപ്പനകൾ ഹല്ലേലൂയ പാലിക്കുന്ന ഒരാൾക്ക് ദൈവിക യേശു കർത്താവിന്റെ പുതുവഴിയിലേക്ക് കൃപയിലേക്ക് വരാൻ പറ്റുകയില്ല. പഴയ നിയമത്തിന്റെ കൽപ്പനകൾ ഹല്ലേലൂയ അത് മരിക്കുമ്പോൾ, ആ നമ്മുടെ പാപസംബന്ധമായി നാം മരിച്ച് ആ കൽപ്പനകളെല്ലാം നമ്മെ വിടുവിക്കുന്ന ചിന്തിച്ച് നാം ഹല്ലേലൂയ പഴയ നിയമത്തിന്റെ ന്യായപ്രമാണത്തിന്റെ ഭർത്താവ് മരിച്ചു കഴിയുമ്പോൾ പുതുക്കത്തിന്റെ ആത്മാവിലേക്ക് വരിക. പുതിയ ഭർത്താവിന് അല്ലെങ്കിൽ പുതിയ മണവാളന് ദൈവസഭ മണവാട്ടിയായി മാറുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറ് അതാണ് സിമ്പിൾ. നമ്മൾ വേറൊരുവനാകുക. ആദ്യത്തെ ഭർത്താവ് മരിച്ചുപോയി, അല്ലെ? ആദ്യത്തെ ഭർത്താവ് മരിച്ചുപോയി, നമ്മളൊരു പുതിയ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു. ന്യായപ്രമാണം മരിച്ചു, പാപസംബന്ധമായിട്ടുള്ള പഴയ മനുഷ്യൻ മരിച്ചു. ഇനിയും നമ്മളൊരു പുതു മനുഷ്യന് പുതിയ വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുന്നു. അതാണ് വേറൊരുവനാകുക എന്നിരിക്കുക. എന്താണ് വേറൊരുവനാകേണ്ടതിന്? നിങ്ങളും ന്യായപ്രമാണ സംബന്ധമായി മരിക്കപ്പെട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. എന്തിനാണ്? ദൈവത്തിന് ഫലം കായ്ക്കണം. നമ്മൾ ആദ്യം കേട്ടതുപോലെ ആത്മാവിന്റെ ഫലം നമ്മളിൽ വെളിപ്പെട്ട് വരേണ്ടതിന്, ദൈവത്തിന് ഫലം കായ്ക്കേണ്ടതിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി ഉയർത്തെഴുന്നേറ്റവന് വേണ്ടി നാം ഹല്ലേലൂയ ഭാര്യ ഭർത്തൃ ബന്ധം പോലെയാണ് ആത്മീക ശുശ്രൂഷ അല്ലെങ്കിൽ കർത്താവും മണവാട്ടിയും മണവാളനും മണവാട്ടിയും തമ്മിലുള്ള ബന്ധമായി. അതായത് ദൈവസഭയുടെ ബന്ധത്തെ മണവാളനും മണവാട്ടിയും എന്നുള്ള ബന്ധത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം നിഴലുകളും പൊരുളുകളുമാണ്. ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു കെട്ടിടം പണിയോട് മൂലക്കല്ല്, അതിനോട് ചേർത്ത് വെക്കുന്ന കല്ലുകൾ കെട്ടിടം പണിയോട് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. കൃഷി, ദൈവത്തിന്റെ കൃഷി, ദൈവത്തിന്റെ കൃഷി, നാം കൂട്ടുവേലക്കാർ, അല്ലെ? നാം ദൈവത്തിന്റെ കൃഷി എന്ന് പഠിക്കുന്നുണ്ട്. ഇതിനെ താരതമ്യപ്പെടുത്തിയുള്ള ഒരു പഠനമാണ്. ഇതാണ് പൗലോസിലെയും ഉദ്ദേശിക്കുന്നത്. വേറൊരുവൻ, അതായത് കർത്താവിന് നാം ആകുമ്പോൾ നാം ഫലമുള്ളവരായി തീരുന്നു. ഹല്ലേലൂയ. അതായത് ന്യായപ്രമാണം സിമ്പിളായി ചിന്തിച്ചു കഴിഞ്ഞാൽ രണ്ടുപേർക്ക് ഭാര്യ ആയിരിക്കാൻ പറ്റത്തില്ല. ന്യായപ്രമാണത്തിനും ഹല്ലേലൂയ കർത്താവിനും ഭാര്യ ആയിരിക്കാൻ പറ്റത്തില്ല, മണവാട്ടി ആയിരിക്കാൻ പറ്റത്തില്ല. ഒന്നീ നീ ന്യായപ്രമാണത്തിന് മണവാട്ടിയായിരിക്കണം, അല്ലെങ്കിൽ നീ കർത്താവിന് മണവാട്ടിയായിരിക്കണം. പാപസംബന്ധമായി നീ മരിച്ചു, ന്യായപ്രമാണ സംബന്ധമായി നീ മരിച്ചെങ്കിൽ നീ ക്രിസ്തുവിന്റെ മണവാട്ടിയാണ്. 2 കൊരിന്ത്യർ 11 അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 2 കൊരിന്ത്യർ 11 അധ്യായത്തിന്റെ വാക്യങ്ങൾ: ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോടെരിയുന്നു, ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. അപ്പോൾ ഭാര്യ
പുതു വിവാഹത്തിലേക്ക് വന്ന മണവാളനും മണവാട്ടിയും തമ്മിലുള്ള ബന്ധം പോലാണ് യേശു കർത്താവും ദൈവസഭയും തമ്മിലുള്ള ബന്ധം, അല്ലേ? ക്രിസ്തു എന്ന ഏക പുരുഷൻ. അവിടെ ന്യായപ്രമാണമില്ല, പാപത്തിന്റെ സ്വാധീനങ്ങളില്ല, ഹല്ലേലൂയ, മറ്റ് ഒരുവിധ സ്വാധീനങ്ങളുമില്ല. ഒരേക പുരുഷൻ മാത്രം. അവനെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇനി നമുക്കൊരു കല്യാണമുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ ഒരു കല്യാണത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ വിവാഹ നിശ്ചയം ചെയ്തിട്ട് കർത്താവ് ഉയരത്തിലേക്ക് പോയിരിക്കുക. മണവാളൻ വിവാഹ നിശ്ചയം ചെയ്തിട്ട് ഉയരത്തിലേക്ക് പോയിരിക്കുക. ഇനി മണവാട്ടിയെ കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു സമയമുണ്ട്. യേശുക്രിസ്തുവിനെ കുറിച്ചായി പറയുന്നത് കേട്ടോ. മണവാട്ടിയെ കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു സമയമുണ്ട്. ഇനി ഒരു വിവാഹം നടക്കുവാൻ പോകുന്നു, ഒരു കല്യാണം സ്വർഗത്തിൽ നടക്കുവാൻ പോകുന്നു. ഹല്ലേലൂയ, വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നുണ്ട്. 3-ാമത്തെ വാക്യം, എന്നാൽ സർപ്പം ഹവ്വയെ വായക്കാൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയെ നിർമ്മലതയെ വിട്ട് വഷളായി പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. വഷളായി പോകും. ഇവിടെയാണ് നാം ശ്രദ്ധിക്കേണ്ട വിഷയം. ഹല്ലേലൂയ, നമുക്ക് ആരാധനയ്ക്ക് വരുമ്പോൾ ദൈവത്തോട് ഒരു ഏകാഗ്രത ഉണ്ടല്ലോ, ദൈവത്തോട് ഒരു നിർമ്മലത ഉണ്ടല്ലോ. ഏതൊക്കെ ദിവസങ്ങളിൽ? ഫ്രൈഡേ, സാറ്റർഡേ. നമ്മളെ സംബന്ധിച്ചിടത്തോളം തേഴ്സ്ഡേ തൊട്ട് കൂട്ടാം. തേഴ്സ്ഡേ, ഫ്രൈഡേ, നമുക്ക് 3 ദിവസങ്ങളാണ് എനിക്ക് തോന്നുന്നത്. തേഴ്സ്ഡേ മീറ്റിംഗ് ഉള്ളതുകൊണ്ട് തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, അല്ലേ? പിന്നെ സൺഡേ തൊട്ട് അല്ലെങ്കിൽ മൺഡേ തൊട്ട് മറ്റു ദിവസങ്ങളിലേക്ക് നാം പ്രവേശിക്കുക. ഇവിടെയുള്ള ചോദ്യം, ഹല്ലേലൂയ, ഈ ഫ്രൈഡേ, സാറ്റർഡേ ഉള്ള ദിവസങ്ങളിലുള്ള നിർമ്മലത, ഏകാഗ്രത, ക്രിസ്തുവിനോടുള്ള ആ ഏകാഗ്രത മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ ദിവസങ്ങളിലുണ്ടോ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മൾ ആ ഏകാഗ്രതയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന നമുക്ക് ഏകാഗ്രതയില്ല, വചനം കേൾക്കുമ്പോൾ ഒരു ഏകാഗ്രതയില്ല, ആരാധിക്കുമ്പോൾ ഒരു ഏകാഗ്രതയില്ലേ, ഒരു നിർമ്മലത ഫീൽ ചെയ്യുന്നില്ല, ഒരു വിശുദ്ധീകരണം ഫീൽ ചെയ്യുന്നില്ലേ? ഈ വിശുദ്ധീകരണം, ഈ നിർമ്മലത, ഈ ഏകാഗ്രത മറ്റു ദിവസങ്ങളിൽ പാലിക്കപ്പെടുന്നുണ്ടോ? അതാ വാക്യത്തിന്റെ അർത്ഥം. നിങ്ങൾ ആ ഏകാഗ്രതയിൽ നിന്നും ആ പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്നും നിങ്ങൾ വഷളായി പോകുന്നുണ്ടോ? അല്ലേ? നിങ്ങളുടെ മനസ്സ് മാറുന്നുണ്ടോ? അങ്ങനെ മാറുന്നോന്ന് പോസ്റ്റർ പറയുകയാണ്, ഞാൻ ഭയപ്പെടുന്നു. കാരണം നമ്മെ ഒരു വിവാഹ ബന്ധത്തിലേക്ക് ദൈവം കൊണ്ടുവരികയാണ്. ഹല്ലേലൂയ, വിവാഹ ബന്ധത്തിലേക്ക് ഹല്ലേലൂയ കൊണ്ടുവന്ന് വിവാഹ നിശ്ചയം കഴിഞ്ഞു. നമുക്ക് യോസഫ് എന്തിനാ മറിയെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചെന്ന് എഴുതിയിരിക്കുന്നത്? പരസ്യമായി ഉപേക്ഷിക്കാൻ അദ്ദേഹത്തിന് ആഗ്രഹമില്ലായിരുന്നു, അല്ലെ? യോസഫിന് പരസ്യമായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി എന്താണ് മനുഷ്യനല്ലേ? പരസ്യമായിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ആഗ്രഹമില്ലാതുകൊണ്ട് പതിയെ പിന്മാറും, ഗൂഢമായി ഉപേക്ഷിക്കാൻ ഭാവിച്ചു. കാരണം എന്താണ്? താൻ വിവാഹ നിശ്ചയം ചെയ്തിരുന്ന സ്ത്രീ ഗർഭിണിയായിരിക്കുന്നു. അത് സഹിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ, വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന സ്ത്രീ ഗർഭവതി ആയിരിക്കുന്നു അറിഞ്ഞപ്പോൾ യോസഫ് തീരുമാനിക്കുക, എല്ലാം ബന്ധമുള്ള കുടുംബങ്ങളാണ്, ഈ കുടുംബക്കാർക്കൊന്നും പ്രശ്നം ഉണ്ടാക്കണ്ട, ഞാനായിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ, ഞാനായിട്ട് പിന്മാറിയേക്കാം, ഗൂഢമായി ഉപേക്ഷിക്കാൻ ഭാവിച്ചു. എന്താ കാര്യം? മറിയ പരിശുദ്ധാത്മാവിലാണ്, ഗർഭവതിയാണെങ്കിലും നാട്ടിലൊക്കെ ഒരു പാട്ട്, അവള് ആർക്ക് വിവാഹ നിശ്ചയം ചെയ്തിരുന്ന ആളാ, യോസഫിന് വിവാഹ നിശ്ചയം ചെയ്തിരുന്ന ആളാന്ന് ഒരു പാട്ട് വ്യാപരിക്കാൻ ഇടയാണ്. അതുകൊണ്ടാണ് ഉപേക്ഷിക്കാൻ ഭാവിച്ചത്. അങ്ങനെയാണ് കർത്താവ് നമ്മെ ഒരു വിവാഹ ബന്ധത്തിലേക്ക്, നിശ്ചയത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. നാം യേശു കർത്താവ് തമ്മിൽ വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്നു. രക്ഷിക്കപ്പെട്ടതോടുകൂടി, സ്നാനപ്പെട്ടതോടുകൂടി, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചുകൊണ്ട് നാം അവന്റെ സഭയാകുന്ന മണവാട്ടിയാണ്. നാമും അവനുമായി ഒരു വിവാഹ നിശ്ചയം സംഭവിച്ചിരിക്കുന്നു. ആ വിവാഹ നിശ്ചയത്തിന്റെ ഇടയിലേക്ക് മറ്റൊരാൾ പ്രവേശിക്കുവാൻ പാടില്ല. മറ്റ് അശുദ്ധതകൾ കടന്നു വരുവാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഹൃദയം, മനസ്സ് ക്രിസ്തുവിന്റെ ഏകാഗ്രതയിൽ നിന്നും നിർമ്മലയിൽ നിന്നും മാറിപ്പോകുമെന്ന് ആഗ്രഹിക്കുന്നത്. എഫേസ്യരുടെ ലേഖനത്തിലേക്ക് എനിക്കൊന്ന് വരണമെന്നുണ്ട്, മുമ്പിലില്ലല്ലോ. 2 വാക്യങ്ങൾ മാത്രം നമുക്ക് ചിന്തിക്കാം. എഫേസ്യരുടെ ലേഖനം 5-ാം അധ്യായത്തിലും ഭാര്യാഭർത്തൃ ബന്ധത്തെ കുറിച്ച് എഴുതപ്പെട്ടിട്ടുണ്ട്. എഫേസ്യർ 5:22, 23 വാക്യങ്ങൾ. സ്തോത്രം. ഭാര്യയില്ല, സ്തോത്രം. ഭാര്യമാരെ കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ. നിങ്ങൾ കേട്ടിട്ടുള്ള വിവാഹ ബന്ധത്തോടുള്ള ശുശ്രൂഷയിലും ഇത് വായിക്കാറുണ്ടെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അല്ലാതെ തന്നെ കുടുംബജീവിതത്തിന്റെ ക്ലാസ്സുകൾക്കൊക്കെ നിങ്ങൾ കേൾക്കാറുണ്ട്. എങ്കിലും 1-2 പദങ്ങൾ മാത്രം ഞാൻ ചിന്തിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. ഭാര്യമാരെ കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക്. അവിടെ ഭാര്യാഭർത്തൃ ബന്ധവും സഭയും ദൈവവും തമ്മിലുള്ള ബന്ധവും കാണിക്കുന്നത്, യേശുവും സഭയും തമ്മിലുള്ള ബന്ധവും. നിങ്ങൾ ഈ ഭാര്യ ഭർത്താവ് എന്നുള്ള ഭാഗങ്ങളൊക്കെ വരുമ്പോൾ ഞങ്ങളുടെ കാര്യമാണെന്ന് ചിന്തിക്കാതെ, അതും ചിന്തിച്ചോ, അതും അതിനകത്ത് എഴുതിയിട്ടുണ്ട്. കർത്താവും ദൈവസഭയും എന്നുള്ള കാര്യങ്ങൾ ചിന്തിച്ചോ. അപ്പോൾ എന്താണ്? ആർക്ക് കീഴടങ്ങണം? ഭർത്താവിന് കീഴടങ്ങണം, അല്ലേ? ഭർത്താവിന് കീഴടങ്ങണം. ഇത് ദൈവത്തിന്റെ വ്യവസ്ഥയാണ്. ഭർത്താവിന് കീഴടങ്ങണം, അതുപോലെ കർത്താവിനും കീഴടങ്ങണം.
ദൈവസഭ കർത്താവിന് കീഴടങ്ങണം. പെട്ടെന്ന് വായിക്കാം. ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്ന പോലെ ഭർത്താവ് ആർക്ക്? ഭാര്യയ്ക്ക് തലയാണ്. അല്ലേ? ഭാര്യ തലയാകാൻ ശ്രമിക്കരുത്. അല്ലേ? ആര് തലയാണ്? ഭർത്താവ്. ചില വീട്ടിൽ ഭാര്യമാര് തലയാകാൻ ശ്രമിക്കാറുണ്ട്. നമുക്ക് അങ്ങനെ പറഞ്ഞാൽ വിടാം. അല്ലേ? എന്നാൽ അങ്ങനെ ചെയ്യരുത്. ആ ഭർത്താവാണ് തലയായിരിക്കുന്നത്. അതായത് നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം ആത്മീയമായി. സഭ ക്രിസ്തുവിന് മുകളിലായി പോകരുത്. സഭ ക്രിസ്തുവിനെ ഭരിക്കുവാനിടയായിത്തരുത്. സഭ ക്രിസ്തുവിനെ പുറത്താക്കാനിടയായിത്തരുത്. സഭ ക്രിസ്തുവിന്റെ കീഴടങ്ങിയിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് എന്ത് ആലോചന പറയുന്നു? ദൈവം എന്ത് ആലോചന പറയുന്നു? യേശു ക്രിസ്തു എന്ത് ആലോചന പറയുന്നു? അതിന് തീരുമാനത്തിന് ബ്രെയിന് ആലോചന തലയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുക. 24-ാമത്തെ വാക്യം. സഭ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്നവള്. ക്രിസ്തുവിന്റെ ഇൻസ്ട്രക്ഷൻ. അല്ലെ? അവിടേക്ക് പോകണ്ട, ഇന്ന ചുരിദാർ ഇന്ന് മേടിക്കണ്ട, നെക്സ്റ്റ് ഇന്ന് പോകണ്ട, ഇന്ന് മീൻ കറി വേണ്ട എന്ന് തീരുമാനിക്കുന്ന ആരാ? അപ്പൊ പറഞ്ഞു ഭാര്യ ഭർത്താവാണ്. ആ തീരുമാനിക്കുമ്പോൾ ഭാര്യ അച്ഛാ പറഞ്ഞ കറക്റ്റാണ്. എന്താണ് ഇന്ന് നെക്സ്റ്റ് പോകണ്ടാണ് ഭർത്താവ് പറഞ്ഞാൽ ഇന്ന് ഞാൻ പോയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഭ ക്രിസ്തുവിന് മുകളിലായി പുറത്തോളം. ചായ പറഞ്ഞ കറക്റ്റാണ്. നമുക്ക് നടപ്പാ. അല്ലെ? അനുസരണത്തോടുകൂടി യജമാനനെ വിളിച്ചാണ് സാറ അബ്രഹാമിനെ കീഴ്പ്പെട്ടിരുന്നത്. ഇന്ന് ഏതേലും ഒരാൾ യജമാനനെ വിളിക്കാറുണ്ടോ? ഒറ്റ ഒരാൾ ഇല്ല. അല്ലേ? യജമാനനെ വിളിച്ച് ഭയത്തോടെ. ഒരാൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ സാറ എവിടാ നിൽക്കുന്നത്? സാറ എവിടാ നിൽക്കുന്നത്? 3 പുരുഷന്മാർ, സമയമില്ലല്ലോ, 3 പുരുഷന്മാർ വീട്ടിൽ വന്നപ്പോ സാറ എവിടായിരുന്നു? സാറ ഒന്നിച്ചാടി നിന്നു. ഇവിടെ പോയി നിന്നു. അതൊക്കെ പോയി മറഞ്ഞിരുന്നു. അവിടെ നിന്ന് പതുക്കെ ചോദിക്കുക കാര്യങ്ങൾ. അല്ലേ? അങ്ങനെ ആയിരുന്നു പണ്ടൊക്കെ. അല്ലേ? ഇപ്പൊ അമ്മാമ്മമാരാ ചാടി മുന്നിൽ നിൽക്കുന്നത്. അങ്ങനെ പോട്ടെ. അത് അപ്പൊ ശ്രദ്ധിക്കുക, ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുക. അപ്പോൾ ഭർത്താവ് പറയുന്ന കാര്യങ്ങൾക്ക് ഭാര്യ കീഴടങ്ങണം. ഭർത്താവ് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിന് കീഴടങ്ങണം. അതുപോലെ ദൈവസഭ, സമയമല്ലോ, ദൈവസഭ ക്രിസ്തുവിന്റെ വാക്കുകൾക്ക് കീഴടങ്ങണം. പരിശുദ്ധാത്മാവിന്റെ നിർദ്ദേശങ്ങൾക്ക് കീഴടങ്ങണം. ആ ഭാവം ഒന്ന് വായിച്ചു നിർത്താം. ഭർത്താക്കന്മാരെ, ഇത് ഞാൻ ഈ ഭാഗങ്ങളൊക്കെ എപ്പോഴെങ്കിലും വായിക്കുമ്പോൾ ഈ 25-ാമത്തെ വാക്യത്തിൽ ജീവി ചാടിക്കയറി പിടിക്കും. അതിന് മുമ്പുള്ള വാക്യങ്ങളൊന്നും നമുക്ക് വിഷയം. 25-ാമത്തെ വാക്യത്തോട് ചാടിക്കയറും. ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഭാര്യമാരെ സ്നേഹിക്കും. അവിടെ ആ വാക്യമേ പറഞ്ഞോളൂ. 25-ാമത്തെ വാക്യം വേണ്ടുള്ള വാക്യം ഒന്നും അവിടെ ശ്രദ്ധിക്കാറില്ല. ഭർത്താക്കന്മാരെ, നിങ്ങളുടെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഭാര്യമാരെ സ്നേഹിക്കും. നമ്മൾ പരാജയപ്പെടുന്നവരാണെന്നറിയോ? ഈ 2 കാര്യങ്ങളാണ് പരാജയപ്പെടുന്നത്. മിക്ക കുടുംബങ്ങളിലുള്ള പരാജയങ്ങളാണ് 2 കാര്യങ്ങൾ. ഒന്ന്, ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കാൻ ഭാര്യമാർക്ക് പറ്റില്ല. കർത്താവ് പറഞ്ഞതിന് വിരോധമാണ് പലയിടത്തും സംഭവിക്കുന്നത്. ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കാൻ ഭാര്യമാർക്ക് പറ്റത്തില്ല. ഭർത്താക്കന്മാരോട് ഭാര്യമാരെ സ്നേഹിക്കുന്നു. ഇവിടാണ് നമുക്ക് പരാജയം പറ്റുന്നത്. കുടുംബങ്ങൾക്ക് പരാജയം പറ്റുന്ന കാര്യം ഇതാണ്. ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്നേഹിക്കുന്നില്ല. അതൊരു പരാജയമാണ്. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഭാര്യമാരെ സ്നേഹിക്കണം. ഇല്ലാത്തതിനാൽ സ്വന്തം ചെയ്യുന്നു. ഡ്യൂട്ടിയായതിനാൽ ഞാൻ അറിഞ്ഞുകൊണ്ട് എടുത്തല്ല, ആ ഭാഗം അങ്ങനെ വന്നതുകൊണ്ട് മാത്രം പ്രസംഗിച്ചു തന്നുകൊണ്ട്. അപ്പോൾ ഭർത്താക്കന്മാര് ഭാര്യമാരെ സ്നേഹിക്കണം. ക്രിസ്തു സഭയെ സ്നേഹിച്ചുകൊണ്ട് സ്നേഹം കൂടുതലായിട്ട് കൊടുക്കാൻ നമ്മളുടെ ഭാഗത്തു നിന്നാണ്, ഇങ്ങോട്ട് നോക്കി പറഞ്ഞാൽ നമ്മുടെ ഭാഗത്തു നിന്നാണ് ഇനീഷ്യേറ്റ് ഉണ്ടാകേണ്ടത്. അതുപോലെ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഇനീഷ്യേഷനാണ് കീഴടങ്ങുക. അപ്പോൾ ഈ 2 ഓപ്പോസിറ്റ് ആയിട്ടാണ്, വചനത്തിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് നാം നമ്മുടെ കുടുംബത്തിൽ ചെയ്തു കഴിഞ്ഞാൽ കുടുംബ ബന്ധങ്ങൾ താറുമാറായി തീരുമാനമായി. കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഭാര്യമാരെ സ്നേഹിക്കുവാൻ. ഹല്ലേലൂയ. ഭർത്താക്കന്മാർക്ക് ഭാര്യമാർ കീഴടങ്ങിയിരിക്കുന്നത് പോലെ ദൈവസഭ പരിശുദ്ധാത്മാവിന് കീഴടങ്ങിയിരിക്കണം. വചനത്തിന് കീഴടങ്ങിയിരിക്കണം. ആത്മാവിന് കീഴടങ്ങിയിരിക്കണം. യേശുവിന്റെ ശബ്ദത്തിന് കീഴടങ്ങിയിരിക്കണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ പണം കൊണ്ടോ, നമ്മുടെ സൗന്ദര്യം കൊണ്ടോ, നമ്മുടെ സാമർത്ഥ്യം കൊണ്ടോ, നമ്മുടെ കഴിവുകൾ കൊണ്ടോ നാം ക്രിസ്തു എന്ന തലയ്ക്ക് മുകളിലാകാൻ ശ്രമിക്കരുത്. ഹല്ലേലൂയ. ദൈവസഭ ക്രിസ്തുവിന് കീഴ്പ്പെട്ടിരിക്കണം. പരിശുദ്ധാത്മാവിന്റെ ആലോചനയ്ക്ക് കീഴ്പ്പെട്ടിരിക്കണം. മാനുഷികമായ ക്രമീകരണങ്ങൾക്ക്